അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നായക തൂഫാൻ, വന്ന ജോലി ഉടനെ പൂർത്തിയാക്കണമെന്നാണ് നിന്റെ കണ്ണുകൾ പറയുന്നത്. ലേക്കിൻ വോ നഹി ഹോ ജായേഗ, അത് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നിനക്കുമറിയാം. വോ ആസാൻ നഹീ ഹേ, ആസാൻ നഹീ. അവന് ചുറ്റും കോട്ടയുണ്ട്, വളരെ വലിയൊരു കോട്ട. ആ കോട്ടയ്ക്ക് ചുറ്റും സൈന്യമുണ്ടാകും. തൂഫാനായക തൂഫാൻ. ആ കോട്ടയെയും സൈന്യത്തെയും തകർത്താലും നിന്റെ ലക്ഷ്യത്തിലെത്തില്ല നീ. അവരോടൊപ്പം ഒരു പെൺകുട്ടിയാ. അവളൊരു കൊടുങ്കാറ്റാ, കൊടുങ്കാറ്റ്. തകർക്കാനാവില്ല നിനക്കവളെ. തൂഫാൻ, തൂഫാൻ ഹോ, തൂഫാൻ, തൂഫാനായക. അവളൊരു കൊടുങ്കാറ്റാണ്, കൊടുങ്കാറ്റ്. തൂഫാൻ, തൂഫാൻ, തൂഫാനായക. തൂഫാൻ, 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 തൂഫാൻ. ആ ശ്രീലക്ഷ്മി, നമസ്കാരം. ഞാൻ വിളിച്ചതേ നമ്മുടെ സാന്ദ്ര മേഡം പ്രീമിയർ അസോസിയേറ്റ്സിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മിസ്റ്റർ ഷൈം എബ്രഹാമിനെ കാണാൻ പറഞ്ഞിരുന്നില്ലേ? ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തെന്ന് സാന്ദ്ര മേഡം ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞു. അത് പറയാനാ. ശരി നന്ദൻ, താങ്ക്സ്. ഓ, താങ്ക്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ആൻ ഇൻഫർമേഷൻ. അപ്പൊ കാണാം. ശരി. ആ ശരി. അപ്പോ രവിവർമ്മൻ സാറിനെ കാണാതിരിക്കാൻ സാന്ദ്ര മേഡം ഇന്നലെ മനഃപൂർവ്വ ഓരോ ജോലി ഏൽപ്പിച്ചത്.
താങ്ക് യു ബോസ്. ഇതെന്റെ കോളേജ് മേറ്റ്. അവനെ എന്റെ മുന്നിൽ വെച്ച് നീ വഴക്ക് പറഞ്ഞു. എന്റെ ഹസ്ബൻഡിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. ഇതൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്ന നിനക്ക് പിന്നെ അഹങ്കരിക്കാനേ നേരം കാണും. അത് ഞാൻ അനുവദിക്കില്ല സാന്ദ്ര മാഡം. കാരണം ഞാൻ രേഖയാണ്, രഘുചന്ദ്രവർമ്മന്റെ ബെറ്റർ ഹാഫ്. ക്ഷമിക്കുന്ന കാര്യത്തിൽ പണ്ടേ ഒരുപാട് പിന്നില്ല ഞാൻ. അത് നിനക്കും കുറച്ചൊക്കെ അറിയാവുന്ന എന്റെ വിശ്വാസം. ഏതായാലും ദാ ഇപ്പൊ ഇവിടെ വെച്ച് ഞാനൊരു ശപഥം എടുക്കുക. എന്റെ ഹസ്ബൻഡ് വെറും ഒരു ടെമ്പററി ബോസ് അല്ല. രഘുചന്ദ്രവർമ്മൻ ഈ വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പെർമനന്റ് ബോസ് ആകുന്നത് വരെ ഈ രേഖ എന്ന ഞാൻ ഈ കമ്പനിയിൽ കാലുകുത്തില്ല. ഇത് രേഖയുടെ വാക്ക്. നന്ദൻ, യു ടേക്ക് കെയർ. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ഈ വിഷയം രഘുവിനോട് പറഞ്ഞൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം നിന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ രേഖ അത് ചെയ്തിരിക്കും. Within no time. Get back to your work. നീ ലണ്ടനിൽ പോകുന്ന വിവരം അയാൾക്കറിയാം. ലണ്ടനിൽ വെച്ച് നിന്നെ അറ്റാക്ക് ചെയ്യാൻ അയാൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞതാണ്. നീ ആ ഫ്ലൈറ്റ് മിസ്സാക്കിയത് കൊണ്ടാ ഇപ്പോഴും. സർ, സാറിനെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ദൂരം കൂടുന്തോറും ഓർമ്മയുടെ ആഴവും കൂടുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്.
സർ, എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് പോലെ സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ അവിടെ? അതോ ലണ്ടനിലെത്തിയപ്പോ എന്നെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ മറന്നോ? ഏയ് ഇല്ല, അങ്ങനെ മറക്കാൻ പറ്റില്ലെന്ന് അറിയാം എനിക്ക്. എന്നെ ഒരുപാട് ഇഷ്ടാണെന്ന് സാറ് പറഞ്ഞതല്ലേ? അന്ന് ലോഡ്ജിൽ വെച്ച് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ അത്. ഇപ്പൊ വേണമെങ്കിൽ അവിടെ ഇരുന്നത് ഉറക്കെ പറഞ്ഞോളൂ, ഞാനടുത്തില്ലല്ലോ, പറയാൻ മടി കാണില്ല. പക്ഷേ സാർ ഒന്നും ഓർത്തോളൂ, സാറിനെ എത്ര ദൂരം നിന്ന് ഐ ലവ് യു പറഞ്ഞാലും എനിക്കത് കേൾക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? സാറിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാണ്, അത്രയ്ക്ക്, ഒരുപാട് ഒരുപാട് ഇഷ്ടം. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരുടെ മനസ്സ് എളുപ്പം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും സാർ. അത് സ്വയം അനുഭവിച്ചാലേ മനസ്സിലാവും. നമുക്കിനി പേച്ചിന്റെ കാലമാ. പേച്ച് മാത്രമല്ല, ആടിതടയും കത്തിക്കുത്തും വെടിവെപ്പും ഒക്കെ കാണും. അതിനാ ഞാനിങ്ങി പുറത്തേക്ക് ഇറങ്ങിയത്. ഞാനിപ്പോ ഇവിടെ ഉണ്ട്, നിന്റെ തൊട്ടരികത്ത്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ എവിടെയെന്ന് ചോദിക്കും മോനെ രാജാറാമേ. ഞാൻ പറയാം, നിന്റെ തൊട്ടടുത്ത, തൊട്ടു പിറകിൽ. പേടിച്ചു പോയില്ലേ? ഓട്ടടാ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എന്നാൽ വെറുതെ അല്ലാതെ പറയാൻ മറ്റൊരു കാര്യമുണ്ട്. നിന്റെ കളിക്കൂട്ടുകാരനോട് പറഞ്ഞേക്ക്, അവസാനമായി എന്തെങ്കിലും ആഗ്രഹം അവന്റെ ലിസ്റ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്തോളാൻ. കാരണം അവൻ ഇനി അധിക സമയമില്ല. തീർക്കും ഞാൻ അവനെ ഉടൻ തന്നെ. ദേവിയുടെ ലിസ്റ്റിൽ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ജിഡി. അതൊക്കെ തീർത്തിട്ട് അവൻ പോകും. അതുകൊണ്ട് അതിന് വെച്ച വെള്ളം ജിഡി അങ്ങ് വാങ്ങി വെച്ചേരെ. പക്ഷേ എന്റെ ലിസ്റ്റ് ചെറുതാ. ആ ലിസ്റ്റിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഗൗരിദാസിന്റെ മരണമാണ്. ജിഡിയുടെ ജീവൻ. നിന്റെ വായ തുറന്നപ്പോ എന്തെല്ലാം ആഗ്രഹമാ പുറത്തേക്ക് വന്നതെന്ന് നോക്ക്. എനിക്കിഷ്ടമായി. എടാ പരമചറ്റേ, എന്നാ കേട്ടോ നീ, ഞാൻ 20 വർഷം സെൻട്രൽ ജയിലിൽ കിടന്ന് കാത്തു സൂക്ഷിച്ച എന്റെ ജീവൻ നിനക്ക് തരാനല്ല. അതിന്റെ ലക്ഷ്യം നിന്റെ സുഹൃത്തിന്റെ ജീവൻ എടുക്കാനാണ്. രവിചന്ദ്രവർമ്മന്റെ ജീവൻ. അത് ഞാനങ്ങ് എടുക്കും, ഉറപ്പാ എനിക്ക്. അത് നിനക്ക്, എനിക്കാ ഉറപ്പില്ല ജിഡി. രവിയുടെ ജീവൻ എടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കഴിയില്ല. ഇനി ഈ തടവ് ഇവിടെ അവസാനിപ്പിക്കാം. വന്നേ, നമ്മൾ ഉടനെ ഈ സ്ഥലം വിടുക. കമോൺ, ലെറ്റ്സ് ഗോ. നോ, ഒരിടത്തും പോകുന്നില്ല നീ. നാട്ടിലൊരു ചൊല്ലുണ്ട്, രാജാവ് അമ്പലത്തിൽ വന്നാലും പൂജാരിയാകാൻ പറ്റില്ല എന്ന്. നീ രാജാവാണ്, ഒരു കുഞ്ഞമ്പലത്തിലെ പൂജാരി അല്ല. രാജാ, വേണ്ട. നോക്ക് രവി, 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരായിരുന്നു എന്ന് ഇപ്പൊ അധികം ആർക്കും അറിയില്ല. ചുറ്റുപാടുകൾ ഒരുപാട് മാറിപ്പോയി. നിനക്കിപ്പോ ഈ സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഉയർന്ന പദവി.
നിന്നെ ആളുകൾ ബഹുമാനിക്കുന്നു. അതാണ് നീ മറക്കാൻ പാടില്ലാത്തത്. രാജാ, സമ്മതിക്കുന്നു. ഈ ലോകത്തിലെ ഒന്നിനെയും കൂസാതെ ചവിട്ടി മെതിച്ച് നടന്നിരുന്നൊരു ഭൂതകാലം നമുക്കുണ്ട്. ഒന്നിനും ഒരിക്കലും നമ്മളെ തടഞ്ഞു നിർത്താനും പറ്റില്ല. പക്ഷേ ആ പഴയതിലേക്ക് നീ തിരിച്ചുപോയാൽ സമൂഹത്തിൽ നിനക്ക് ലഭിച്ച നിലയും വിലയും അതോടെ അവസാനിക്കും. അതുകൊണ്ട് വേണ്ട. ഇപ്പൊ വേണ്ടത് എടുത്തുചാട്ടമല്ല, മറ്റു ചിലതാ. മറ്റു ചിലതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ഇവിടെ ഇനി മുനിയെ പോലെ തപസ്സരിക്കണം? അതും എത്ര നാളത്തേക്ക്? വെറും കുറച്ച് ദിവസത്തേക്ക്. ആ രാജാറാം സർ, രവിവർമ്മൻ സാറിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ. വാട്ട്സ് ഹാപ്പനിങ്? അല്ല, അതിന് സാറ് ലണ്ടനിൽ എത്തിക്കഴിഞ്ഞല്ലോ. ഇനി എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ ഉണ്ട്. ചില ബേസിക് പോളിസി മാറ്റേഴ്സ്. സാറിന്റെ ഒപ്പീനിയൻ കിട്ടിയേ പറ്റൂ. പക്ഷേ സാറിന് ഫോണിൽ കിട്ടുന്നില്ല. അത് അവിടെ ബിസി ആയിരിക്കും. കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഫ്രീ ആകുമ്പോ സാറ് തന്നെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് വറി സാന്ദ്ര മാഡം, ഒരു പ്രശ്നമില്ല സാറിന്. എന്തോ ഈ സിറ്റുവേഷൻ എനിക്കങ്ങോട്ട് ഒട്ടും കംഫർട്ടബിൾ ആവുന്നില്ല രാജാറാം സർ. രവിവർമ്മൻ സർ ഒരു ദിവസം ഓഫീസിൽ ഇല്ലെങ്കിൽ എന്തൊക്കെ തലവേദനയാ ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്നറിയാവോ? ചില സമയങ്ങളിൽ ആ രഘുവർമ്മൻ സാറിന് കോമൺ സെൻസ് പോയിട്ട് ഒരു സെൻസും വർക്ക് ചെയ്യുന്നില്ലെന്നതാ കഷ്ടം. നമ്മുടെ ബോസിന്റെ ബ്രദറായി പോയി. അല്ലെങ്കിൽ വലിച്ചു കയറി വല്ല കടലിലും കൊണ്ട് എറിയേണ്ട മുതലാ അത്. ഇപ്പൊ തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ എങ്ങനെയാ മാഡം? രഘുവർമ്മൻ സാറ് ചാർജ് എടുത്ത് പണി തുടങ്ങിയതല്ലേ ഉള്ളൂ. ഏത് മനുഷ്യനും ഇംപ്രൂവ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കണ്ടേ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അയ്യോ, ഇനിയും വയ്യപ്പാ, നമിച്ചു. ഈ രഘുവർമ്മൻ ആളെപ്പോ എങ്ങനെ എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് ദേവേന്ദ്രന് പോലും ഊഹിക്കാൻ പറ്റില്ല. സോ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ജോലി ചെയ്യാന്ന് പറഞ്ഞാ തീയില് കാല് വെക്കുന്നത് പോലെയാ. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ മഹാഭാഗ്യം. മനസ്സിലായി. നമ്മുടെ ശ്രീലക്ഷ്മി മാഡത്തിന് ഇനി ആ തീയുടെ മുകളിലൂടെ നടക്കേണ്ടി വരുമെന്നർത്ഥം അല്ലേ? തീർച്ചയായും. അതാ എനിക്കൊരു ഡബിൾ സന്തോഷം. അല്ലെങ്കിൽ സാറൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്ക്, നമ്മുടെ സുന്ദരിക്കോത ശ്രീലക്ഷ്മി മാഡം തീയിലൂടെ നടന്നു പോകുന്ന കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ? രസമൊക്കെ തന്നെ, പക്ഷേ സൂക്ഷിക്കണം മാഡം. അറിയില്ലേ ലങ്കാ ദഹനത്തിന്റെ കഥ? രാവണൻ ഹനുമാന്റെ വാലിൽ തുണിചുറ്റി തീകൊളുത്തി വിട്ടപ്പോ കത്തി നശിച്ചത് രാവണന്റെ മുഴുവൻ സാമ്രാജ്യവുമാണ്. അതുകൊണ്ട് ചിലരെ മുറിവേൽപ്പിക്കുമ്പോഴും പൊള്ളലേൽപ്പിക്കുമ്പോഴും നമ്മളൊന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാ. Hello guys, can you spare 2 minutes please? രവിവർമ്മൻ സാറ് ലണ്ടനിൽ പോയതിനു ശേഷം ഓഫീസിന്റെ ചുമതല രഘുവർമ്മൻ സാറിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. സാറിന്റെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ട് ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും രഘുവർമ്മൻ സാറിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തൽക്കാലം സാറിന്റെ ഓർഡർ എല്ലാവരും അനുസരിക്കുന്നു. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ചേച്ചി, ശ്രീലക്ഷ്മി ചേച്ചി. ആ ദേവു, ഞാൻ ചേച്ചിയെ കാത്ത് നിൽക്കുമായിരുന്നു. എന്താ വിശേഷം? ചേച്ചി, നാളെ ഹാപ്പി ന്യൂ ഇയറാ. ആ അറിയാം. അതിന് നമ്മുടെ കോളനി പോലെയല്ല, എന്റെ ഫ്രണ്ട്സിന്റെ റെസിഡൻസ് അസോസിയേഷനിൽ ഉഗ്രൻ ആഘോഷം നടത്തുന്നു. ഞാനും ഉണ്ട് ഡാൻസിന്റെ ഒരു ഐറ്റത്തിന്. ചേച്ചി എന്നെ ഒന്ന് ഒരുക്കി തരുമോ? ഞാനോ? എന്നെ കൊണ്ട് ഡാൻസിന് എടുക്കാനൊന്നും അറിയില്ല ദേവു. കള്ളം പറയണ്ട. ചേച്ചിയും കൃഷ്ണേച്ചിയും കൂടെയല്ലേ കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് ആ കാവ്യ ഒരുക്കി കൊടുത്തത്? എനിക്കറിയാലോ. അന്ന് കാവ്യക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് പ്ലീസ് ചേച്ചി ഒന്ന് ഒരുക്കി തന്നേ പറ്റൂ. പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട. ന്യൂ ഇയർ പാർട്ടിയല്ലേ? ശരി ശരി. നിന്റെ കയ്യിൽ ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? മേക്കപ്പ് കിറ്റ്? അതൊന്നും ചേച്ചി പേടിക്കണ്ട, എല്ലാം ഞാൻ കൊണ്ടുവന്നോളാം. ശരി.
കുറച്ചു കഴിയുമ്പോ നീ വീട്ടിലേക്ക് വാ. പിന്നെ കൃഷ്ണൻ കൂടി വിളിച്ചോണം. താങ്ക് യു ചേച്ചി. ഞാൻ സാധനങ്ങളും എടുത്തോണ്ട് ഇപ്പൊ വരാം. രാജാറാം ചിലപ്പോ ജാമർ വെച്ചിട്ട് നിന്ന് വെറുതെ പറഞ്ഞായിരിക്കുമോ എന്റെ ഫോൺ മാത്രം ബ്ലോക്ക് ചെയ്തിട്ട്. സാർ, ഫ്രൂട്ട്സ് കഴിക്കൂ സാർ. സാർ, സർ, ഫ്രൂട്ട്സ് കഴിക്കൂ സാർ. ഫ്രൂട്ട്സ് കഴിക്കൂ സർ. ഫ്രൂട്ട്സ് കഴിക്കൂ സാർ. സർ, കഴിക്കണം സർ. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ വിശന്നിരിക്കുമ്പോ അവർക്ക് ആഹാരം കൊടുത്താ ആ ഇഷ്ടം കൂടുതൽ ആഴത്തിലേക്ക് പോകുമെന്ന് പറയാറുണ്ട് സർ. അതെങ്ങനെ മനസ്സിലായില്ല? അതെങ്ങനെ ഇപ്പൊ മനസ്സിലായോ? സർ, സർ, ഓക്കെ ആയോ സർ? സാർ, എന്താ വേണ്ടത്? രവി, നോക്ക് കൃഷ്ണ, ദേ നന്ദൻ വന്നു. ഓ, രക്ഷപ്പെട്ടു. ഹലോ നന്ദൻ. ഇതെന്താ ഇവിടെ ചെയ്യുന്നത്? വീട്ടിലല്ലേ ഇപ്പൊ താമസം? ആദ്യം എന്റെ ഫോൺ തന്നെ, സംസാരമൊക്കെ പിന്നീട്. താൻ അല്പം നേരം കൂടി ഓഫീസിൽ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് അവിടെ വെച്ച് തന്നെ തരുമായിരുന്നു. തന്റെ ഫോൺ എൻ്റെ കയ്യിലാന്ന് അറിഞ്ഞ് ഞാൻ തിരിച്ചു ഓടി വന്നപ്പോഴേക്കും താൻ പോയി. ഇതിപ്പോ എന്നെ ഇവിടെ വരുത്താൻ വേണ്ടി താൻ ഇറക്കിയ നമ്പർ ആണോ എന്നാ എന്റെ സംശയം. അയ്യോ, അങ്ങനെയൊന്നുമല്ല, വെറുതെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വെറുതെ തമാശ പറഞ്ഞാടോ. തന്റെ ഫോൺ ലോക്കായിരുന്നതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, അതാ സംഭവിച്ചത്. പക്ഷെ എന്റെ ഫോൺ ലോക്കല്ലായിരുന്നല്ലോ. അതിൽ നിന്ന് ഇതിലേക്കൊന്ന് വിളിക്കാൻ തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ?
സത്യം പറഞ്ഞ ഞാനും സരോജവും കൂടി നന്ദനെ കണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അന്ന് പോലീസ് സ്റ്റേഷന് വന്നിട്ട് നന്ദന് വലിയ ബുദ്ധിമുട്ടായല്ലേ? അതെ നന്ദ, എനിക്കും വലിയ വിഷമായി. എന്ത് ചെയ്യാനല്ലേ? അതൊന്നും കുഴപ്പമില്ല ആന്റി. എന്തായാലും സമയത്തിന് രവിവർമ്മൻ സാർ വന്നല്ലോ. അതെ അതെ, ആ സമയത്ത് രവിവർമ്മൻ സാർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. നമുക്കെന്തോ ദൈവഭാഗ്യമുണ്ടെന്ന് കരുതിയാ മതി. അല്ല, നന്ദനെന്ത് ബാഗൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോവാണോ രാത്രി? ന്യൂ ഇയർ ആയിട്ടാ? അല്ലല്ല, ഇത് ഗിറ്റാറാ. നമ്മുടെ ദോസ്തിനെ കാണാൻ വേണ്ടി കൊണ്ടുവന്നതാ. അപ്പൊ കൊണ്ടുവന്നോ? ഞാൻ വിചാരിച്ചില്ല കൊണ്ടുവരുമെന്ന്. അതെന്ത് പറച്ചിലാണ് ദോസ്ത്? വാക്ക് പറഞ്ഞിട്ട് പറ്റിക്കണ ആളല്ല ഞാൻ. പറഞ്ഞ ചെയ്തിരിക്കും. അതാണ് നന്ദൻ സ്റ്റൈൽ. സർ, 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 ഹലോ സർ, സർ. മാർഷൽ, സാർ റൂമിലില്ല. റൂമിലില്ലേ? പിന്നെവിടെ പോയി? വാ. എത്ര പ്രാവശ്യമായി ഇതെന്താ ഈ ഫോൺ കിട്ടാത്തത്? Bloody fools. It's strictly personal. None of your business at all. ഇപ്പൊ കുറെ ചോദ്യങ്ങളുണ്ടാവുമല്ലോ ചോദിക്കാൻ. ഞാൻ നീരേറ്റ് കോളനിയിൽ എന്തിനു പോയി, ആരെ കാണാൻ പോയി എന്നൊക്കെ. സർ,
ലക്ഷണം കണ്ടിട്ട് കോളനിയിൽ ന്യൂ ഇയർ ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സമയത്ത് ഡയറക്റ്റായിട്ട് അവിടേക്ക് കയറി ചെല്ലാൻ പാടില്ല, പ്രത്യേകിച്ചും മുൻകൂർ അറിയിക്കാത്ത സ്ഥിതിക്ക്. അപ്പം പിന്നെ എന്ത് ചെയ്യും? ശ്രീലക്ഷ്മി ഉറങ്ങിയിട്ടുണ്ടാവോ? ഫോണില്ലാതെ അവളെ വിളിക്കാനും പറ്റില്ല. ഇനിയൊരു വഴിയുള്ളൂ, കോളനി കറങ്ങി എങ്ങനെയെങ്കിലും അവളുടെ മുറിയുടെ ജനാലക്കരികിലെത്തുക. ശ്രീലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മി See? രവി, ഇത് കഴിക്കേ. ടെൻഷൻ മാനേജ് ചെയ്യാൻ നീ സാധാരണ കഴിക്കുന്ന ഗുളിക ഇത്. ഇറങ്ങി പോണവിടുന്ന്. രവി, ഞാൻ പറയുന്നത് രവി. I say you get lost. സോറി, ഞാൻ പോയില്ല. പകരം നിനക്കെന്നെ കൊല്ലാം. ഐ ആം റെഡി ടു ഡൈ. കം ഓൺ, ഗോ അഹെഡ്. രവി, നീ ഈ നിമിഷം വളരെ ഇമോഷണലാ. അത് നിന്റെ മനസ്സ്. പക്ഷേ ഞാൻ ഒട്ടും ഇമോഷണലല്ല. അതെന്റെ ഉത്തരവാദിത്വം. നിന്റെ കയ്യിൽ നിന്ന് മാസാമാസം ശമ്പളം വാങ്ങുന്നതിന്റെ കർത്തവ്യ നിർവഹണം. ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നീ ശമ്പളം തന്ന് എന്നെ ഏൽപ്പിച്ച ജോലി, നിന്നെ സംരക്ഷിക്കുക എന്ന ജോലി കൃത്യമായി ചെയ്യുക എന്നത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എനിക്കത് ചെയ്യാൻ ന്യൂ ഇയർ രാത്രി എന്നതും പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നതും ഒരു തടസ്സമേ അല്ല. ഇനിയിപ്പോ നിന്റെ അനിയൻ രഘുചന്ദ്ര വർമ്മൻ റോഡ് ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ് നീ പോയാലും ഞാൻ ഇതുപോലെ പിടിച്ചുകൊണ്ടുവന്നിരിക്കും. That's what I am supposed to do.